ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവൽ കൊണ്ടാണ് നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത, പുറമെ നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന ഉള്ളിവടയുടെ വീഡിയോ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അവൽ വെച്ചിട്ടുള്ള ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് അവലാണ് ഞാൻ എടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും സോക്ക് ചെയ്ത് വെക്കണം നമുക്ക്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് അവലിന് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാൽ മതി. അപ്പോഴത്തേനും അവൽ നന്നായിട്ട് സോക്കായിട്ട് കിട്ടും. ഇനി വേണ്ടത് 2 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോയാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഷ്ണങ്ങളാക്കി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. അവൽ സോക്ക് ചെയ്തിട്ട് ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആ സോക്ക് ചെയ്ത വെള്ളത്തോട് കൂടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇല്ലേ, കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, പൊട്ടറ്റോ മാത്രം ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അധികം ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് രണ്ടും ഒന്ന് അരഞ്ഞു കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അധികം ഒന്നും വേണ്ട, 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് നമ്മുടെ ഈ സ്നാക്ക് നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇടുമ്പോൾ ആദ്യം തന്നെ അധികം ഇട്ട് കൊടുക്കരുത്, കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക. എരിവിനനുസരിച്ചിട്ട് വേണം പച്ചമുളക് ആഡ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മല്ലിയിലയ്ക്ക് പകരം ഇട്ട് കൊടുത്തിരിക്കുന്നത് ലെറ്റ്യൂസ് ഇല്ലേ, ആ ലെറ്റ്യൂസ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇപ്പം എൻ്റെ അടുത്ത് മല്ലിയില ഇല്ല. അപ്പം ഞാൻ ലെറ്റ്യൂസ് കുറച്ച് അരിഞ്ഞിട്ട് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കി. അപ്പോൾ നല്ലതാണ്, നല്ല ഫ്ലേവറാണ്. അപ്പം നിങ്ങൾ മല്ലിയില വെച്ചിട്ടോ ലെറ്റ്യൂസ് വെച്ചിട്ടോ ഉണ്ടാക്കി നോക്കുക. ഏതാ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. രണ്ടും നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ്. ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. അത്ര അധികം ഒന്നും വേണ്ട, കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പം ഇതിൽ കുറച്ച് കുറവുണ്ട്, അപ്പോൾ 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഈ സ്നാക്കിന് എന്തെന്നാ പറയുക, വട എന്ന് വേണമെങ്കിൽ പറയാം, അവൽ കൊണ്ടുള്ള വട എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വടയിലെ ഷേപ്പിലല്ല ഉണ്ടാക്കിയെടുക്കുന്നത്, എങ്കിൽ കൂടിയും അവൽ കൊണ്ടുള്ള വട എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഈ മാവ് എടുക്കുന്നുണ്ട്. എന്നിട്ട് കയ്യിൽ കുറച്ച് വെള്ളം നനച്ചതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ബോളിൻ്റെ ഷേപ്പിലല്ല ഞാൻ ആക്കിയെടുക്കുന്നത്, കുറച്ചൊന്ന് പരത്തിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ബോളിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക.
കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ബാച്ചിൽ കൊള്ളുന്ന അത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിന്റെയും മീഡിയം ഫ്ലെയിമിന്റെയും ഇടയിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇതിന്റെ കളറൊക്കെ പെട്ടെന്ന് മാറും, പക്ഷെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് മുരിഞ്ഞു വരുന്നവരെയും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ നല്ലൊരു കളറായിട്ടുണ്ട്. ഈ ഒരു കളർ വരുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കില്ല. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. അകമേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. നമ്മളിങ്ങനെ അവലും പൊട്ടാറ്റോ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് കാണില്ല എന്നൊക്കെ വിചാരിക്കേണ്ട. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ പരിപ്പ് വടയുടെയും ബോണ്ടയുടെയും ഒക്കെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. അത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്കിതുപോലെ എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അടുത്ത ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായയുടെ ഒപ്പൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. വെറുതെയാണ് സെർവ് ചെയ്യുന്നത്. വെറുതെ കഴിക്കാൻ അടിപൊളിയാണ്. ഈ കെച്ചപ്പിന്റെ ഒപ്പം സെർവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം നമ്മുടെ അവൽ കൊണ്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you.